മറ്റൊരു വീഡിയോയിലാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീടിൻ്റെ പരിവാസം ഒരു വീഡിയോ ഇട്ടപ്പോൾ വലിയൊരു ഇതില്ലായിരുന്നു എന്ന് വെച്ചാൽ ഫുള്ള് കുളമായി. അത് കാരണം നമ്മൾ വീണ്ടും ആദ്യം തൊട്ടെല്ലാം കാണിക്കാൻ പോവുകയാണ്. എല്ലാവരും ഹെഡ്സെറ്റൊക്കെ റെഡിയായിരുന്നു. ഇപ്പം എല്ലാം കുളമാക്കിയാണ്. പിന്നെ നമ്മുടെ ഈ വീഡിയോയിലെ ചില ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കുറവാണ്. ആപ്പാടി 3 അൽഫാം മാത്രമേ എൻ്റെ ഇരിപ്പുള്ളൂ. ഇതിലാണെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ തിന്നാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ആട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ നമ്മുടെ വീട് കാണാനായിട്ട് അങ്ങോട്ട് പോകാം. ഇതല്ല വീട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ കൂടി വേണം ഇങ്ങനെ കയറി. ഇതാണ് നമ്മുടെ വീട്. എൻ്റെ വീടിൻ്റെ പേരാണ് താരമംഗലം. ഇനി നമുക്ക് ഫസ്റ്റ് വീടിൻ്റെ ഫുൾ ലുക്ക്. ഇതാണ് വീടിൻ്റെ ഫുൾ ലുക്ക്. അരമണിക്കൂറൊക്കെ കൂടുതൽ അങ്ങോട്ട് ഇരുന്ന് കേട്ടാ ഈ വീട് ഒറ്റണം ഉണ്ടാക്കിയെടുക്കുക. എന്നുവെച്ചാൽ കുറേ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് ഈ സാധനമൊക്കെ എടുക്കും. ഈ മരം പിന്നെ ഇത് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇതല്ല, ഈ സാധനം, ഈ വട്ടത്തിൽ ഈ വെള്ള മരം, ഇത് എൻ്റെ ഇവിടെ പുറകിലൊക്കെ ഇരിപ്പുണ്ട്. കണ്ടേ, ഇത് ഞാൻ കുറച്ച് വെട്ടിയെടുത്തേ. പിന്നെ ഇതാണ് നമ്മുടെ അടുക്കള കണ്ടോ. ഇതും പിന്നെ ഒരു അടുപ്പ്, വിറകടുപ്പുണ്ട്, കുറച്ച് അല്ലാത്ത അടുപ്പുണ്ട്. ഇത് സ്മോക്കർ, ഇത് എന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ ഇതാണ് നമ്മുടെ പണ്ടത്തെ പട്ടി. നമുക്കിങ്ങനൊരു പട്ടിയെ വേണം. ഇതാണ് എൻ്റെ ഒരു സ്വപ്നം. ഇതാണ് ഞാൻ. ഇതാരാന്ന് എനിക്കറിയത്തില്ല. ഇതാണ് എങ്കിലും വെറുതെ ഇരിക്കട്ടെ. കണ്ടേ, കുറച്ച് മരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതാണ് മറ്റൊരു സോംബിയിലെ കൊന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ആർമറാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ലെതർ ആർമർ. പിന്നെ 2 കട്ടിൽ വെച്ച്, ഒരു ചെടിച്ചട്ടി വെച്ച്, അത്ര ഉള്ളു. പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും, പിന്നെ കുറച്ച് സ്കെൽട്ടനൊക്കെ ഒന്ന്, കുറച്ച് അമ്പ് കിട്ടി, ഒരു ബോ കിട്ടി, 16 അയൺ കിട്ടി, 12 കോപ്പർ കിട്ടി, 14 കോളും കിട്ടി. ഇത്രയും സാധനം നമുക്ക് കിട്ടി. പക്ഷേ ഈ ചിക്കൻ എന്താ തിന്നാൻ പറ്റാത്തതെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. എനിക്ക് ചിക്കൻ എന്താ തിന്നാൻ പറ്റാത്തത് എനിക്കറിയത്തില്ല. ആപ്പിൾ തിന്നാം, പക്ഷേ ചിക്കൻ തിന്നാൻ പറ്റുന്നില്ല. ഇതെന്ത് കഷ്ടമാണ്. ചിക്കൻ എടുത്ത് ആപ്പിളിൻ്റെ സൈഡിൽ വെച്ചിട്ട് തിന്നാവോ? ഈ ചിക്കൻ എന്താ എനിക്ക് തിന്നാൻ പറ്റാത്തത്? എനിക്കറിയില്ല. ചിക്കൻ തിന്നാൻ പറ്റുന്നില്ല. എന്തായാലും ഇപ്പം എൻ്റെ ഹങ്കർ ഫുള്ളായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ നമ്മൾ അന്ന് 3 കോരീനല്ലേ വെച്ചേ. നമ്മൾ കോരിക്ക് ഫുഡ് കൊടുത്ത്, കോരിക്ക് 2 കുട്ടികളുണ്ട്. പിന്നെ ഇത്രയും കോരി പക്ഷേ 2-3 ദിവസമായി ഞാൻ കളിക്കുന്നില്ലായിരുന്നു ഇത്ര ആൾ. അത് ഞാൻ കയറി നോക്കരുതേ, 2 കുട്ടികളും കുറച്ച് ഇത് വലുതായത്. ആപ്പാടത്ത് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ 3 എണ്ണേ ഉള്ളായിരുന്നു. പിന്നെ ഇത്രയും കുട്ടികളായിരുന്നു. പിന്നെ ഇത് വലുതായി. അങ്ങനെ പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് മുട്ട കിടപ്പുണ്ട്. മുട്ടയെ കളക്ട് ചെയ്യുന്നതെന്ന് എനിക്കുണ്ട്, പക്ഷെ അകത്തോട്ട് കയറി ഇതെല്ലാം ഓടിക്കും. എനിക്ക് അൽഫാം മേടിക്കാനുള്ള ചിക്കനാ. പിന്നെ നമ്മൾ യവനൊരു കൂട്ട് വേണമെന്ന് ഞാൻ നോക്കിയത്. പക്ഷെ ഇവന് വേണ്ട ആൾ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. എന്താ, നമുക്ക് ഇതാണ് നമ്മുടെ സ്നൈപ്പർ ഔട്ട് പോസ്റ്റ്. നമുക്ക് മേളിൽ കയറാം. ഞാൻ ഇച്ചിരി കൂടി അത് അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ ആക്കി. ഇതാണ് നമ്മുടെ ബൈനോക്കുലർ. ഇതാരത്? ഒരു വിചിത്ര ജീവി. ആരത്? നമ്മുടെ ലമ്പുണ്ട്, അമ്പെടുക്കുക, ഇങ്ങനെ വിടുക. അവൻ ചത്ത്, നമ്മളോട് ആളി. ഞാൻ ഇവിടെ നിന്ന് എപ്പോഴും ഒരു ആടിനെ നോക്കും, പക്ഷേ കിട്ടത്തില്ല. എനിക്കൊരു ആടിനെ വേണമെന്ന് കൊണ്ട്, പക്ഷെ ആടിനെ കാണുന്നില്ല ഇവിടെ നിന്ന്. പാവം നമ്മുടെ ഒരു ആട്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുകയാണ് ഗൈസ്. ലോൽ തേഞ്ഞി തുടക്കം. ശുഭം. നമ്മൾക്ക് ഒരു മുട്ട
എനിക്ക് കുറച്ച് മുട്ട കിട്ടി. പക്ഷേ ഈ മുട്ട നിനക്കുള്ള കൂട്ടിനെ ഞാൻ ഇപ്പം തരാം. എനിക്ക് തോന്നിയതാണോ എന്നും എനിക്കറിയില്ല. ഞാൻ ഒരു സംഭവം കണ്ട അവിടെ. ഒരു പൂവായിരുന്നു. ആ ആടെന്താ അങ്ങനെ വന്നേ? ഞാൻ ആടിനെ കണ്ടപ്പോൾ എന്തോ ആട് വലുതായി വന്നാണൊക്കെ എനിക്ക് തോന്നി. എങ്ങനെ വല്ല ബഗ്ഗാണ് ആർക്കറിയാം. ഞാൻ ഈ ഗെയിമിൽ കയറ്റിയപ്പോൾ തൊട്ടേ ബഗ്ഗാ. ഹിഹിഹി. പിന്നെ നമ്മൾ ഇനി എന്താ പറഞ്ഞ പോലെ നമുക്ക് വേറെ വല്ല ഐലൻഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഫസ്റ്റ് ഞാൻ എൻ്റെ സാധനം നമുക്ക് നാളെ എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? എൻ്റെ വീടിൻ്റെ കഥടച്ച് കിട്ടും അല്ലേ? വല്ലവരും വന്ന് എൻ്റെ വീടിൻ്റെ കാലെടുത്ത് താരം പുറന്ന് എൻ്റെ വീട്ടിൽ കയറി വല്ലതും അടിച്ചുകൊണ്ട് പോയി ഞാൻ കഴിഞ്ഞു. ഇപ്പം കഴിക്കാൻ പറ്റുന്നുണ്ട്. അൽഫാം നമ്മൾ ഒരു അൽഫാം അടിച്ചിരിക്കുന്നു ഗായ്സ്. ഇതെവിടെ വെക്കും? ഇവിടെ വല്ല ഇരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇതാണ്. ഈ കാർഡ് കണ്ടിട്ട് എനിക്ക് എന്തോ കണക്ക് പിന്നെ ഭയമാകുന്നു. നമ്മൾ 12 ദിവസം സർവൈവ് ചെയ്തു. മാക്സിമം ഒരു 99 ദിവസമെങ്കിലും എനിക്കിവിടെ സർവൈവ് ചെയ്യണം. ഇതെന്നാ സാധനം? ചെറിയാണോ? അല്ല, ഇതെന്തോ പൂവെങ്ങാണ്ടോ. ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണം. നമ്മുടെ വീട് എവിടെ ആയിരുന്നു? മറന്നു പോയല്ലോ. എടാ മോനെ, എൻ്റെ അൽഫാമേ. അല്ല, അൽഫാമൊക്കെ പോട്ടെ, നമുക്ക് ഫസ്റ്റ് വീട്ടിൽ കയറാനുള്ള വഴി നോക്കാം. എൻ്റെ വീട് കാണുന്നില്ല. ഈ വെള്ളം കിട്ടിയാൽ പിന്നെ നമ്മൾ സെറ്റ്. ഇവിടെ എവിടെയാണ് അപ്പോൾ നമ്മുടെ വീട്? അത് എന്നതേ കണ്ട്. നമുക്ക് ഇച്ചിരി മുങ്ങി നീന്തി കുളിക്കാം. കണ്ട എന്ത് നല്ല രസമുള്ള ലോകം. പെട്ടെന്ന് വീട്ടിൽ കയറട്ടെ, അല്ലേ സോമ്പ് വന്നിപ്പോൾ നമ്മൾ 2 കഷ്ണമാക്കി ഇടും കടിച്ച്. കയറും. വിട്ടോടാ. അല്ല വേണ്ട, നമ്മൾ ഇന്ന് വീട്ടിൽ കയറുന്നില്ല. എൻ്റെ വേറൊരു പ്ലാനുണ്ട്. ഇന്നിവിടെ സോമ്പി വരുമല്ലോ. സോമ്പി വരട്ടെ, കാണിച്ചു തരാം. നിങ്ങൾ ചന്ദ്രനെ ആസ്വദിക്കുന്നുണ്ടോ? സോമ്പി അല്ലായിരുന്നു, സോമ്പിയുടെ തലമണ്ട അടിച്ചു പൊളിക്കാൻ പോയിരുന്നു. നമ്മുടെ ബൈനോക്കുലറുണ്ട്. ഒരു സ്കെൽട്ടൻ അല്ലേ ആ പോയത്? ഇതേ സ്ഥലത്തിന് കൊണ്ടില്ല കൈസി, ജസ്റ്റ് മിസ്. അതും കൊണ്ടില്ല. എൻ്റെ ഉന്നം ഫുള്ള് പെരക്കുകയാണല്ലോ. അതും കൊണ്ടില്ല. ഒറ്റ വരി. ഞമ്പുമില്ലുമില്ല. ഇനി ക്രോസ് ബോ യുദ്ധം. എൻ്റെ ക്രോസ് ബോ ഇതെന്നാ തേങ്ങ? ഈടെ മോളെ നീന്തയാളെ ഞാൻ നോക്കിയത്. ഞാൻ പോയി ഒരുക്കിശേ. ഇല്ലടാ, നീ കയറി വരുമല്ലേടാ മോനെ. കേറ അടിച്ചിട്ടൊന്നും കൊള്ളൊന്നുമില്ല. നമുക്ക് ഈ വീടിൻ്റെ വെളിയിൽ കയറാൻ പറ്റും. എനിമിയല്ലേ? അല്ല, എനിമി എന്നും ഉണ്ടോ? നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ചത്തനെന്താ
പറയാൻ പറ്റില്ല, എൻ്റെ കടയിൽ സോംബിയും സാധനമൊക്കെ. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടു. അമ്പ് തീർന്നു തേഞ്ഞ്. ഇനി വല്ല സ്കെൽട്ടനെ നമ്മൾ വെട്ടിക്കൊല്ലണം. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ പോയി കിടന്ന് ഉറങ്ങാം. പെട്ടെന്ന് കിടന്നില്ലേ പണി കിട്ടും. ഉറക്ക്, കഥ അടക്കി. കുറച്ച് പോയി അമ്പും കൂടി എടുക്കണം എനിക്ക്. ജസ്റ്റ് അങ്ങനെ കിടക്കാം, നേരം വെളുപ്പിക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു 6 എണ്ണം എടുത്തേക്കാം. എന്തായാലും ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സാധനമൊക്കെ നമ്മുടെ പെട്ടിയിലാക്കിയേക്കാം. നമ്മുടെ ഈ വൂളൊക്കെ അവിടെ പോയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. പറ്റില്ല, ഈ സാധനം ആവശ്യമുണ്ട്. ഇതെന്നാത്തിയാണോ? നമുക്ക് മുട്ട ആവശ്യമുണ്ട്. മുട്ട അവിടെ ഇരിക്കട്ടെ. ഒരു പിക്കാക്സ് എടുത്ത് ഇവിടെ വെച്ചേക്കാം. ഒരു ലൈറ്റ്, ഒരു മാപ്പ്. ഇത്ര സാധനം മതി. ഞാൻ പോയി അപ്പോൾ കുറച്ച് ഹണ്ടിങ് നടത്തിയിട്ട് വരാം. ഹണ്ടിങ് നമ്മൾ ഇത്ര എക്സ്പ്ലോർ ചെയ്തുള്ളൂ ഇതുവരെ. കുറേ എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നു. നമ്മൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ഈ അറ്റത്താണ് നമ്മുടെ വീട്. ഇതാകുമ്പോൾ വഴി അറ്റത്തിട്ടാൻ പറ്റും. ഞാപ്പുള്ള എന്തായാലും ഒരു നല്ല കാര്യമാണ്. ഞാൻ ഇവിടെ നിന്നായിരുന്നു കുറേ മരം വെട്ടിക്കൊണ്ട് വന്ന്. എന്തായാലും എനിക്ക് കിട്ടിയ മാപ്പ് കൊള്ളാം അത്യാവശ്യം. ഇതേ ഒരു ആമക്കുട്ടൻ. ഹൈ മിസ്റ്റർ ആമ. ആമയുണ്ട്, ആമയുടെ കുഞ്ഞുണ്ട്. ഇത് ആമയുടെ കുഞ്ഞാണോ അതോ വേറെ എന്തെങ്കിലും കുഞ്ഞാണോ? സത്യം പറടാ. ദൈവം ഇറങ്ങി പോകുന്നവൻ ഊപ്പറിക്കാണ്ടി. ആപ്പാണ് ഒരു ഉറുമ്പിൻ്റെ അത്ര വള. എന്നിട്ട് അവന് 1/2 കിലോ ജാട. അയ്യോ പോയവർ. സോ സാഡ്. ഒരു കൂട്ട് നമുക്ക് ഇവിടെ വേറൊരു ആമയുണ്ട്. അയ്യോ ആ ആമയും പോയി. എന്ത് കഷ്ടമാണ്. ഇല്ല പോയിട്ടില്ല. ഹായ് കണ്ണണ്ട. ആ ആമയും പോയി. നമ്മളെന്തായാലും അതിനല്ലല്ലോ വന്നാൽ. നമുക്ക് കുറച്ച് ഹണ്ട് ചെയ്യാം. ഹണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ബയോമിലോട്ടൊന്ന് പോയി നോക്കാം. ജംഗിൾ ബയോം. നമ്മളിപ്പോൾ ഇരിക്കുന്ന സലാമ ബയോമില്ല. എനിക്ക് ഈ ബയോം ഇഷ്ടമല്ല. ജംഗിൾ ബയോം ആകുമ്പോൾ ഇച്ചിരി ക്രീപ്പിയാണ്. എങ്കിലും കുഴപ്പമില്ല. ഒരു മഷ്റൂം ഒക്കെ ഉണ്ടല്ലോ അവിടെ. ഒരു മഷ്റൂം ട്രീ ഇരിപ്പുണ്ട് അവിടെ. മഷ്റൂം ട്രീ. ഐ ആം കമ്മിങ്. എടാ മോണേ കിട്ടി മോണേ. ഇവനെ കാണിക്കാം. ഹൈ ഹൈ. ഓ ഇവനൊന്നും ഇതല്ല വേണ്ട. അവന് വേണ്ടത് വീറ്റ്. വീറ്റ് കം. നീ എന്തിനാളാ വരുന്നത്? എനിക്ക് ഒരുത്തന്നെ മതിയാടാ. പെട്ടെന്ന് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്ഥലം മറന്നുപോയി. ആദ്യം നമ്മൾ മാപ്പൊന്ന് എടുക്കുക. ഓക്കെ അങ്ങോട്ട് നേരെ ഓടിയാൽ മതി. ഈ കട്ട കം കം കറോ രാംകോ.
നമുക്ക് കുറച്ച് ഇറച്ചി വേണം. ഫുഡ് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടാണ് ഈ കളി എല്ലാം കളിക്കുന്നത്. ഐ തിങ്ക് ഇവൻ ഇവിടെ ഇല്ലേ? നൈസായിട്ട് അവനെ അങ്ങോട്ട് തട്ടിയേക്കാം. അവൻ്റെ മീറ്റ് എടുത്ത് നമുക്ക് അല്ലേ വേണ്ട, നമുക്ക് ഇവൻ്റെ മീറ്റ് അങ്ങോട്ട് എടുത്തേക്കാം. ചാവാ. ഇനി നമുക്ക് അവനെ പോയി വശീകരിച്ചുകൊണ്ട് വരാം. വാ. പാവത്തിനറിയില്ലല്ലോ അവൻ ചാവാൻ പോവാണ്. ഓ അല്ലേ വേണ്ട, ഞാൻ കുറച്ച് മീറ്റ് ശേഖരിക്കാൻ പോവാം. ഉമ്മാരൊക്കെ എന്നെ കണ്ടപ്പോഴേ ഓടി. എവിടെ പോന്നടാ? ഒരു അൽഫാം കിട്ടി. അൽഫാം അടിക്കാൻ ചിക്കൻ കിട്ടി. 1 കിലോ ചിക്കൻ 100 രൂപ. ഇതേ പോന്നു. തെങ്ങി ആ അമ്പമ്മ കിട്ടിയിട്ടുണ്ട്. ആ അമ്പമ്മ കിട്ടിയില്ലല്ലോ. ലോൽ അത്യാവശ്യം ചിക്കനായെന്ന് തോന്നല്ലേ. നമുക്കപ്പോൾ കുറച്ച് മീറ്റ് തന്നെ കൊടുത്തേക്കാം. അതാകുമ്പോൾ ഇവൻ നമ്മുടെ കൂടെ വന്നു. കണ്ട ഇപ്പം അവൻ ഓടി വരുന്നുണ്ട. ഒരു പശുവല്ലേ നിൽക്കുന്നത്. നമുക്ക് പശുവിനെ കൊണ്ടൊരാവശ്യമുണ്ട്. പശുവിനെയും വേണം എനിക്ക്, ആടിനെയും വേണം എനിക്ക്. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ. രണ്ടാടോ? ഒന്നിനെ വിളിച്ചപ്പോൾ 2 കിട്ടി. ലാഭം. നമുക്കത്ര പറയാനുള്ളൂ. ഇതെന്തു സാധനം? വരീൻ ആ മോനൂസ്. 2 പശു 3 ആട്. ആഹാ ലാഭം. ആ പശുവിനെ നമ്മൾ വിളിക്കുന്നില്ല. ആ പശുവിനെയും കൂടി വിളിച്ചാൽ നമുക്ക് പണി കിട്ടും. എല്ലാത്തിനെയും കൂടി കയറ്റാൻ സ്ഥലം കാണത്തില്ല. അവനോടിച്ചിട്ട് അവനെ ഒന്നും നമുക്ക് കിട്ടിയില്ലേലും കുഴപ്പമില്ല. കം കറോ രാംകോ ഇങ്ങോട്ട്. അവനൊന്നും വിളിക്കുന്നിടത്തോട്ട് അവൻ വരത്തില്ല. മര്യാദയ്ക്ക് വന്നാൽ ഞാൻ ഫുഡ് തരാം. എന്നാ ഫുഡ് അത്രേ ഉള്ളൂ. ഒന്ന് എത്രയാളുണ്ട്? 3 കറക്റ്റ്. ഇങ്ങോട്ട് വഴിയായിട്ടല്ലേ, ഇങ്ങോട്ട് സൂക്ഷിച്ചു. ഞാൻ സൂക്ഷിച്ചു വരാനാ. അതുങ്ങൾ സൂക്ഷിച്ച് വന്നോളൂ. ഞാൻ സൂക്ഷിച്ച് വന്നാൽ മതിയല്ലേ. വാ ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. എന്തോ കുഴപ്പമുണ്ട് ഗെയിമിന്. ഇപ്പോൾ വന്നു. ഫൈനലി നമ്മുടെ ആടുകൾ നമ്മുടെ കൂടെ വന്നിരിക്കുന്നു. ഫസ്റ്റ് മാപ്പ് എടുക്കണം, ഇനി വെയിറ്റ് എടുക്കണം. 2 ഇല്ലേ? വാ, കുറച്ചുകൂടി നടക്കാണ്ട്. വാ, ഇങ്ങനെ ആവല്ലേ. അല്ല പതിയെ ആവല്ലേ. പതിയല്ല, ഇച്ചിരി സ്പീഡിൽ നടാ. ഞാൻ നടക്കുന്നുണ്ടോ? ഇങ്ങനെ നടക്ക്. നമ്മളെ വീടെത്തി ഗൈസ്. വരീൻ. ഇങ്ങനൊക്കെ മര്യാദയ്ക്ക് ഇങ്ങനെ സ്പീഡ്, അത് മുഖ്യം. എൻ്റെ ഒരാട് വന്നില്ലല്ലോ. ഇവിടെ വാ അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ എല്ലാണവും വന്നിട്ടുണ്ട്. മണിക്കുട്ടി എല്ലാണവും ഉണ്ട്. പശുവിനെ എവിടെ കയറ്റും? മുന്നിന്ന് വേണം. പുതിയ ഗസ്റ്റ് വരുന്നുണ്ടല്ലേ. കയറോ കേട്ടോ. ഒന്ന്
വെളിയിറങ്ങണം എങ്ങനെയാണ്. എല്ലാണോ കുടുങ്ങി. നമുക്ക് ഇവർക്കൊക്കെ വീറ്റ് കൊടുക്കാം. ഒരു പശു, മറ്റേ പശു ഇങ്ങോട്ടോ. നീ ഏട്ടാടെ. ഇപ്പം നമുക്കൊരു പശുവിൻ്റെ കുഞ്ഞിനെ കിട്ടും. ഇനി നീയും. ഇപ്പം നമുക്ക് അടുത്ത ആടിൻ്റെ കുഞ്ഞിനെ കിട്ടും. ആടും കുഞ്ഞെ അവിടെ. അവൻ ആടാണോ പശുവാണോ? നമുക്കൊരു ലീഡ് ഉണ്ടാക്കണമല്ലോ. ഞാൻ ആർക്കും ഒരു ലീഡ് ഉണ്ടാക്കി തരാം, അല്ലേ ശരിയാവില്ല. ഇവിടെ അല്ലല്ലോ, ഇവിടെ. അത് തന്നെ. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. സെർച്ച് ചെയ്യുക. റോപ്പൊന്ന് സെർച്ച് ചെയ്യാം. റോപ്പല്ലല്ലേ, ലീഡ്. ഇതാണ് സാധനം. 5 എണ്ണം വേണം. സ്ട്രിങ്. രാത്രി ആവട്ടെ, നമ്മൾ കുറച്ച് ചെളന്തീനെ ഹായ് പറഞ്ഞ് നാക്കെടുത്തില്ല. ഞാനപ്പോൾ കുറച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു ടേക്ക് മൈ സ്വോർഡ്. ഞാൻ എൻ്റെ വാളെടുക്കട്ടെ. അയ്യോ, വേർ ഈസ് മൈ ചെസ്റ്റ്? ഇത് തന്നെ ഇൻവെൻട്രി ആയിരുന്നു. എന്താ ഷിയർ ഫോട്ടോസ് അവിടെ എൻ്റെ കഥ പറഞ്ഞേ. സത്യം പറയടാ, നീ ആണോടാ? എല്ലാം അറിയുന്നു ഞാൻ, എല്ലാം കേൾക്കുന്നു ഞാൻ. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ആരും ഒന്നും സപ്പോർട്ടും ചെയ്യത്തില്ല, സബ്സ്ക്രൈബും ചെയ്യത്തില്ല, ലൈക്കും ചെയ്യത്തില്ല. നിനക്കൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൂടെ? ഞാൻ ഒരു ചലഞ്ച് തരാം. നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ഒരു 10 ലൈക്ക് ഒപ്പിക്കാൻ പറ്റുമോ? 10 ലൈക്ക് ട്രൈ പറ്റുമെങ്കിലോ. ഏത്? അവിടെ ഒരു മന്ത്രവാദിനെ കേൾപ്പുണ്ട്. ആ മന്ത്രവാദി പോലും അറിയാതെ ഒന്നാണ് നമുക്കെന്തോ പോഷൻ കിട്ടും. ആടോ അത് ഇരുട്ടടി അടിക്കുന്ന ആളോ? ആരും അതിനെ ഇരുട്ടടി അടിച്ച്. കുഴപ്പമില്ല. മന്ത്രവാദി അല്ലേ അത്? കൊള്ളാം. മന്ത്രവാദി കാണാൻ പാടില്ല. മന്ത്രവാദി ഉണ്ട്. മന്ത്രവാദി കണ്ടാൽ പണിയാ ഗായ്സ്. നമ്മൾ ചെയ്യാനുള്ള സാധ്യത 100 ഇരട്ടിയാ. പറഞ്ഞല്ലേ, ചാവ് ചത്തില്ലേ ഞാൻ ചാവണമായി. ചാടാ. ഇത് അതിനിടെ മറ്റേ പിന്നെ അവനെന്താ? അയ്യോ, ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് അമ്പ് വേണം. എനിക്കിട്ടടിക്കുമല്ലോടാ. നിനക്ക് ഈ മാസ്റ്ററോ ആരാന്നറിയോ? എൻ്റെ പണ്ടത്തെ പ്രൈമും എനിക്കറിയാത്തതുകൊണ്ടാണോ? ഐ വിൽ ഷോ മൈ പ്രൈം ടു യു. നീയൊക്കെ തീർന്നടാ. നിനക്കൊന്നും ഞാൻ ആരാന്നറിയത്തില്ല. പേടിച്ച മന്ത്രവാദിയൊക്കെ പേടിച്ചോടി. വേറെ സീ എനിക്ക് നിന്നെ നല്ല വേണ്ട നായി. അയ്യോ, നായല്ലോ. ഇവനെ നായാണോ ചന്തിയാവും? കഴിഞ്ഞ് ഗൈസ്. നമുക്ക് ഇവന് അടുത്ത് അടിക്കാൻ പറ്റത്തില്ല. നോക്കിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ സെക്കൻഡ് ഓഫ് ഓൾ ചത്തില്ലേ? നീന്തിപ്പോയി എടുത്തോ. കിട്ടി. അയ്യോ,
ഇപ്പം ചെലന്തി വല്ലതും ഉണ്ടോ? നമ്മൾ വെള്ളത്തിൽ മുങ്ങി ചത്തണം. അപ്പൊക്കെ സെറ്റാണ്. ഇപ്പം നമ്മുടെ ബ്രീത്തിങ് ലെവലൊക്കെ ഓക്കെ ആയി. ഇനി അവൻ്റെ ചാവ നമുക്ക് സ്ട്രിങ് കിട്ടിയാച്ചി. ഇനി നമുക്ക് ലീഡുണ്ടാക്കണം. ആ കൊച്ചു സാധനങ്ങളൊക്കെ എനിക്ക് വലിച്ചുകൊണ്ട് പോകണം. നമുക്കൊരു കാര്യം ചെയ്യാം, അവനെയും കൂടി അങ്ങോട്ട് തട്ടിയേക്കാം. ഏത്? അയ്യോ, ഈ സാധനം സീന. അവൻ അമ്പ് തന്നെ വേണം. പിന്നൊക്കെ ചാടാ. അവന് വെച്ചടിക്കണം. നീ പോ. ഇവനൊക്കെ വെള്ളത്തിൽ നീന്തി കളിക്കാം. പക്ഷെ നമ്മളങ്ങനല്ലല്ലോ, നമ്മൾ മനുഷ്യനല്ലേ. നമുക്ക് വെള്ളത്തിൽ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല ഗൈസ്. ഓടുന്നാളാ പേടിച്ച്. അവിടെ നിൽക്കടാ. കാട്ട് പോട്ടെ. അയ്യോ, അമ്പില്ലേ? അയ്യോ, ചത്ത്. എൻ്റെ അടുത്തോട്ട് വരില്ലേ? എൻ്റെ അടുത്തോട്ട് വന്ന് ഞാൻ കൊല്ലിന്നു. ആ, എങ്ങനെ ഇരിക്കുന്നു? മുങ്ങി ചാവാൻ നിൽക്കുമ്പോൾ അവൻ പൊട്ടിത്തെറിച്ച് കൊന്നു. എന്തൊക്കെ ആയാലും അല്ലേ വേണ്ട, നമുക്ക് കിടന്ന് ഉറങ്ങിയേക്കാം. നേരം വെളുത്തിട്ട് നമുക്ക് കുറച്ച് ഹണ്ട് ചെയ്യണ്ടേ. നമ്മൾ കൊണ്ടുവന്ന മീറ്റൊക്കെ നമുക്കൊന്ന് കുക്ക് ചെയ്യാനിട്ടേക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ 5 സ്റ്റിക്കായി. അപ്പോഴത്തേക്ക് നമുക്കൊരു കയറെടുക്കാമല്ലോ. നമ്മുടെ കയറ് കിട്ടി. ഇനി നമുക്ക് ഫർണസി ഹൈ ഞാൻ കുക്ക് ചെയ്യാൻ ഇട്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ്. അത് തന്നെ, ഞാൻ കുക്ക് ചെയ്യാൻ ഇട്ടായിരുന്നു ചിലതൊക്കെ. 3 ഇറച്ചിയുണ്ട്, അതെങ്കിലും നമ്മളെന്തിനാണ് ഈ കരിയിലൊക്കെ വാരിക്കൊണ്ട് നടക്കുന്നത്? 16 കരിയില. ഓ, ഇത് കത്തിക്കാൻ എന്തുണ്ട്? ഇത് മതിയാവും. മൂന്നെണ്ണല്ലേ? ആ ഫുഡ് കുക്കാവുന്നവരും നമുക്ക് ഈ ഫുഡ് കഴിക്കുമ്പോൾ പറ്റത്തില്ല. നമ്മുടെ ലൈഫ് ഈസ് ഓൾറെഡി ഫുള്ളേ. ഹൈ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വീറ്റ് എടുക്കണം. ഇനി നമ്മൾ കയറുണ്ടേ. ഗൈസ് കയറ് കാണുന്നില്ല ഗൈസ്. കയറിടി. എത്ര മിനിറ്റ് ആയി? എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറച്ച് ഇവന്മാരെ നീയല്ല കുഞ്ഞു കുരുപ്പേ കുഞ്ഞു കുരുപ്പേ നീ എവിടെ? എടുത്തിറങ്ങി ഓടിയെന്ന് തോന്നുന്നു എനിക്ക്. കയറാ. ജസ്റ്റ് മിസ്. അവനെ അവിടെ കെട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് ഇവനെ നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്തോണ്ടിടാം. നമുക്കൊരു പെറ്റാവട്ടെ കേട്ടോ. പിന്നെ വലുതാമയാൻ കൊണ്ട് കളയാം, അത് വേറെ കാര്യം. ഇവിടെ നിന്നും കെട്ടാൻ പറ്റത്തില്ല.
ഏട്ടാ തീയിലൊന്നും പോയി ചത്തേക്കല്ലേ. പറഞ്ഞാണോ തീ പോയി വരില്ലെന്ന്? ഇങ്ങോട്ട് കയറി. ഞാൻ കയറി എടുത്തില്ലേ പിന്നെ എങ്ങനെ മേളിലോട്ട് കയറ്റി ഞാൻ? ഇവിടുത്തെ സ്റ്റെപ്പിൽ കൂടി കയറി വാടാ. കൊള്ളാം ഗൈസ്, അവൻ മേളിലോട്ട് കയറി വരില്ല. ഇവൻ മിക്കവാറും കത്തിച്ചാവും, അതെനിക്കുറപ്പാണ്. ഇങ്ങോട്ട് വാ. വീട്ടേക്കാം. വെയിറ്റാക്ക്. നമ്മുടെ കയ്യിലുണ്ട് ട്രിക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതുകൂടി പൊളിക്കേണ്ട വരും. എന്നിട്ട് നമുക്ക് നമ്മുടെ ക്രോസ് ബോ മാറ്റിയിട്ട് ഇവൻ എന്താ നമ്മളിപ്പോൾ തേങ്ങ ഇവനെ ഞാൻ ഇന്ന് കൊണ്ടുപോയേ. കയറാം ഇങ്ങോട്ട്. അവൻ്റെ ചിക്കൻ ലോളി തോന്നി കേട്ടോ. ഇങ്ങോട്ട് കയറാം. ഇവനെയൊക്കെ ഇവനുണ്ടല്ലോ. കയറ്. ഓക്കെ, ഗുഡ് ജോബ്. കം ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടോ? ഫ്രണ്ട്സ് ഇല്ല. എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കണം. എങ്ങനെയാലും നമ്മുടെ എവന് നടന്നു വരാൻ കയറി ഒരു സ്റ്റെപ്പ്. വെയിറ്റ് ഗൈസ്, അങ്ങനെ നമ്മളൊരു ഫെൻസ് ഉണ്ടാക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അവർക്ക് ഇവന് ഇവിടെ ഇട്ട് കെട്ടി വെക്കാം. ഇനി അവൻ ഇവിടെ ഇരുന്നോളും, എങ്ങോട്ടും പോകത്തില്ല. നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം, അവൻ നമ്മുടെ അടുത്ത് ഇടിക്കുകയും ചെയ്യും. സോ ക്യൂട്ട് അല്ലേ? ഇച്ചിരി ലോങ് വയ്ക്കുക. എന്നിട്ട് ഇവൻ ഇത് വെച്ച് നോക്കുമ്പോൾ ശരിക്കോളം ഇത് കാണും. എന്താ നീ അവിടെ കിടന്ന് വട്ടം കറങ്ങുന്നത് കൊച്ചുരുപേ? ഗൈസ്, അങ്ങനെയാണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സ്റ്റേ ട്യൂൺഡ്. അടുത്ത പാർട്ട് 3 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ, നമ്മൾ സെറ്റാക്കാൻ. പിന്നെ സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ശരിയാണ്, ബൈ ബൈ. പിന്നൊരു കാര്യം, 10 ലൈക്ക് എത്തിക്കുന്ന കാര്യം മറക്കല്ലേ. 10 ലൈക്ക് എപ്പോൾ ആവുമോ അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ.